ഇപ്പോൾ കെ സുധാകരൻ മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. പറയട്ടെ, ഇത് ആലയെന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ പോവുകയാണോ മുഖ്യമന്ത്രി? അങ്ങനെ പോകേണ്ട ആളാണോ മുഖ്യമന്ത്രി? സർക്കാരിൻ്റെ പൈസയാണോ, സ്പോൺസർഷിപ്പാണോ, എങ്ങനെയാണ് പോയി തോന്നിയിരിക്കുന്നത്? ഒന്നും ആർക്കും അറിയില്ല, ആരും അറിയില്ല. എന്തിനാണ് ഇയാളിങ്ങനെ ഒളിച്ചോടുന്നത്? എനിക്കറിയാൻ ചോദിക്കുക. എല്ലാവരുടെയും വ്യക്തമാക്കി നമ്മൾ പോകുന്ന എല്ലാ കാര്യങ്ങളൊക്കെ നാട്ടുകാരോട് പറഞ്ഞ് ജനങ്ങളോട് പറഞ്ഞ് എത്ര അന്തസ്സിൽ അദ്ദേഹത്തിന് പോകാം. എന്തിനാണ് അദ്ദേഹം ഇതിങ്ങനെ ഈ കള്ളക്കളി കളിക്കുന്നത്? സ്പോൺസർഷിപ്പിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ പറയാതെ ഒന്നും പോവില്ല. പോയി പറയുന്ന അത് ഞാൻ പറയുന്നത് സ്പോൺസർഷിപ്പ് ആയാലെന്താ? അദ്ദേഹത്തിന് മുഖ്യമന്ത്രിനെ സ്പോൺസർ ചെയ്യുന്നത് എന്താ കുഴപ്പം? എന്താ ആ സ്പോൺസർഷിപ്പിലായാൽ പോകുന്ന ഇന്നയാളെ സ്പോൺസർഷിപ്പാന്ന് പറഞ്ഞൂടെ? പിന്നെ പോകുന്നിടത്ത് അത്രയും ഈ ഭാര്യയും മക്കളെയും കൂട്ടിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? വേറെ പണിയൊന്നുമില്ല ഇയാൾക്ക്. ആരെങ്കിലും ഇയാളെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് 2-3 അൽസേഷനെയൊക്കെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ പറ. കഥ ഒളിച്ചോട്ടം ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിൽ ഇത്രയേറെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ, അത്യുഷ്ണം, കാലാവസ്ഥയുടെ എല്ലാ മോശത്തരും ഫേസ് ചെയ്യാണ് കേരളം. ബാക്കി 100,000 പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോകുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്ത് പറയണം, എന്ത് വിശേഷിപ്പിക്കണം നിങ്ങൾ പറ. ഇന്തോനേഷ്യയിലേക്ക് ദുബായ് വഴി പോകുന്നതിൽ എന്തിനും ദുരൂഹതയാണ്. ഇന്തോനേഷ്യയിലേക്ക് ദുബായ് വഴി പോകുന്നതിൽ എന്തിനും ദുരൂഹത തോന്നുന്നു. അത് എന്തിനാ ഇന്തോനേഷ്യ പോകുന്നതിന് എന്തിനാ ദുബായ് പോകുന്നു? നേരെ പോയിക്കൂടെ? എത്ര മണിക്കൂർ സമയം ലാഭിക്കാം, എത്ര കാശ് ലാഭിക്കാം. അപ്പുറത്ത് അച്ചാച്ചനില്ലാത്ത ഭാഗ്യം, കുടുംബത്തിന്റെ അച്ചാച്ചൻ അപ്പുറത്തുണ്ടെന്ന് പറയാൻ ആരും ഭാഗ്യമില്ലാത്ത ഭാഗ്യം. എന്ത് പറയുന്നതിനൊക്കെ ഒരു പൊരുളും ഒരു അന്തസ്സും മാന്യതയും ഒക്കെ വളരെ ഒരു മുഖ്യമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇലക്ഷൻ കഴിഞ്ഞോ? ഇടതുപക്ഷത്തിന് ആകെയുള്ള ഒരു മുഖ്യമന്ത്രിയല്ലേ ഈ മുഖ്യമന്ത്രി? ഇദ്ദേഹം ബാക്കി എല്ലാ ജില്ലയിലും സംസ്ഥാനത്തും പോണ്ടയാളല്ലേ? ബാക്കിയുള്ള സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുകയല്ലേ? CPM-ന്റെ ഒരേ ഒരു മുഖ്യമന്ത്രി. ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റി എന്താ? അദ്ദേഹം മറ്റ് സംസ്ഥാനങ്ങളിൽ പോകേണ്ടുന്ന ആൾ സുപ്രഭാതത്തിൽ കുടുംബത്തിനെയും കൂട്ടി എന്താ പറയുക എക്സിബിഷൻ പോയി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആര് കേൾക്കും, ആര് സഹിക്കും? ഈ മാത്യു കൊളനാടനെ കഴിഞ്ഞ ദിവസം വലിയൊരു തിരിച്ചടി നേരിട്ടല്ലോ കോടതിയിൽ. തിരിച്ചടിയൊന്നുമില്ല, അതിനൊക്കെ വകുപ്പും കാര്യങ്ങളൊക്കെ വേറെയുണ്ട്. അതിൻ്റെ നിയമവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അതിനകത്തൊന്നും തിരിച്ചടിയൊന്നും ഉണ്ടാവില്ല, ഒരു സംശയമൊന്നും ഒരു തെളിവില്ലാന്നാണ് കോടതി പറഞ്ഞത്. അതായത് കോടതിയുടെ വാക്ക് അവസാനത്തെ വാക്കല്ലല്ലോ. നമ്മൾ എത്ര കോടതിയുടെ വാക്ക് കേൾക്കുന്നുണ്ട്, പക്ഷെ അതെല്ലാം തിരിച്ച് എത്ര കേസുണ്ട്. അല്ലെ മാത്യു കൊളനാടനെ എടുത്തു ചാടി ചെയ്തതുപോലുള്ള ഒരു വിലയിരുത്തലുണ്ടോ പാർട്ടിക്ക്? അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അദ്ദേഹം അതൊക്കെ നടത്താനുള്ള പക്വതയും പരിജ്ഞാനമൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു അഭിപ്രായ വ്യത്യാസവും മാത്യു കൊളനാടനോടില്ല. ഗ്ലോബൽ പ്രസിഡന്റായിട്ട് സാർ തന്നെ ജെയിംസ് കൂട്ടനെ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ ആ കാര്യത്തിൽ 4-ാം തീയതി ചാർജ് എടുക്കുന്നതായിരുന്നു പറഞ്ഞത്. അത് വൈകുന്നതിൽ എന്തെങ്കിലും അട്ടിമറി ഉള്ളതായിട്ട് തോന്നുന്നു? അട്ടിമറിയില്ല, പക്ഷെ അടുത്ത ദിവസം അടുത്ത മാസം എടുക്കും. അടുത്ത മാസം ആവണ്ടേ, ഈ മാസം തന്നെ എന്തൊക്കെ. അതെ, അത് ചെറിയ അവരെ പ്രശ്നം കൊണ്ടാണ്, ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് കുറച്ച് ഡിലേ ആയത്. അതിനാ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഇലക്ഷന് ഇപ്പൊ ഇടതുപക്ഷത്തിന് വേണ്ടി ഇന്ത്യ രാജ്യത്ത് എവിടെയെങ്കിലും പ്രചരണം നടത്താൻ സാധിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയാണ് മക്കളെയും കൂട്ടി ആളെയും പൈക്കളെയും കൂട്ടി ഇറങ്ങിപ്പോകുന്ന പോലെ ഇറങ്ങിപ്പോയ ഒരു മന്ത്രി. എന്ത് ഉത്തരവാദിത്വം അദ്ദേഹത്തിന്? അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ റിയാക്ട് ചെയ്യണം. ഞങ്ങൾ പറയുന്നത് പാർട്ടി റിയാക്ട് ചെയ്യണം. ഈ തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറുമായിട്ടുള്ള ഒരു വിഷയം അങ്ങനെ ശ്രദ്ധപ്പെട്ടിരുന്നല്ലോ. തിരുവനന്തപുരം മേയറും KSRTC ഡ്രൈവറും തമ്മിൽ ഒരു വിഷയം, അതൊക്കെ പക്വതയില്ലാത്ത പെരുമാറ്റമായിരുന്നു. അത് തീർച്ചയായിട്ടും പക്വതയില്ലാത്ത പെരുമാറ്റം തന്നെയാണ്. അത്ര മതി, അതിനപ്പുറത്തൊന്നും കമന്റില്ല. ഒന്നും തോന്നിയിട്ടില്ല. എനക്കൊന്നും തോന്നിയിട്ടില്ല. എനിക്ക് ആരെ കുറിച്ചും പരാതിയില്ല, എനക്കങ്ങനെ തോന്നിയിട്ടില്ല. തരേണ്ട കാര്യമൊന്നുമില്ല, എനക്ക് എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. എനിക്ക് പോയിട്ട് ഒപ്പിട്ടെടുക്കാം. തരേണ്ട കാര്യമില്ല. ആർക്കാ വിമർശനം? ഒന്നുമില്ല, ഒരട്ടിമറിയില്ല. ഇനി ആരെതിർത്താലും എൻ്റെ നിലവിലുള്ള പോസ്റ്റ് ആർക്കും തറക്കാനൊന്നും കഴിയില്ല. അത് അതിൻ്റെ വഴിക്ക് പോകും. ഒന്നുമില്ല, നാളിലില്ലേ.
ഷാർജ് പ്രസിഡന്റ് ഇല്ലേ? അല്ല KPC യോഗത്തിലേ അപ്പൊ അസലൊന്നും അല്ലേ? അല്ല എങ്കിലും അങ്ങ് തിരിച്ചു വരണ്ടേ ആഗ്രഹിക്കുന്നില്ലേ പ്രവർത്തകർ? നിങ്ങൾ വരും, ഞാൻ വരേണ്ട സമയത്ത് ഞാൻ വരും. ഓക്കെ, ശരി ശരി ശരി. എന്തിന്റെ അതിനോട് വിജയം? തോറ്റതിന്റെ കണ്ണൂർ എങ്ങനെയാ? തോറ്റതിന്റെ കേരളത്തിൽ 20 തോക്കാൻ പോവുക. അത് കാണാൻ പറ്റൂല എന്ന് വിചാരിച്ചിട്ടാണ് ചിലപ്പോൾ പോയിട്ടുണ്ടാവുക. കണ്ണൂരത്തെ എങ്ങനെയാണ്? കണ്ണൂർ വിജയം ഉറപ്പിക്കാം. കണ്ണൂർ അത് വണ്ണേ ഉറപ്പിച്ചാ. ഓക്കെ ഓക്കെ ഓക്കെ. ഒന്ന് വേറെ ജന്മത്തിൽ വരാൻ പോകുന്ന കണ്ണൂരായിരിക്കും. കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പ്രതികരിച്ചത് പ്രസിഡന്റ് സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ്. ആരെതിർത്താലും നിലവിലെ പോസ്റ്റ് ആർക്കും തകർക്കാൻ കഴിയില്ല, ഞാൻ വരേണ്ട സമയത്ത് വരും എന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. അല്പം മുൻപ് EP പറഞ്ഞിരുന്നു കോൺഗ്രസിൽ കുഴൽനാടൻ ഒറ്റപ്പെട്ടുവെന്ന്. കുഴൽനാടനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന പ്രതികരണമാണ് കെ സുധാകരന്റെ ഭാഗത്തുനിന്നുണ്ടായത്. മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും വിമർശിക്കുകയുണ്ടായി കെ സുധാകരൻ. ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെ മുഖ്യമന്ത്രി വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണെന്നായിരുന്നു സുധാകരന്റെ പരിഹാസം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.